ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുലിയാറ. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളെ ഈ കടവേ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ നവംബറിലേറ്റ് ഇവിടെ വെള്ളം കയറിയപ്പോൾ മീൻ പിടുത്തൊക്കെ അവസാനിച്ച് പോകുന്നതേനു. ഇപ്പണ്ടില്ല ഇവിടെ ചളി വള്ളപ്പോൾ ഇറങ്ങിയതാട്ടാ. നിറച്ച് ചളിയാണ്. ഇവിടെയൊക്കെ ചവിട്ടിയാൽ പൂളുണ്ട്, അത്രത്തോളം ചളിയുണ്ട്. അപ്പം ഇന്ന് പെരുന്നാളായതുകൊണ്ടേ എല്ലാവരും ടൂർ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ടൂർ എന്നാണ്. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണോ കാർപ്പ് മീനുകളെ പിടിക്കാനുള്ള ഫുഡും അതേപോലെ തന്നെ 2 ചൂണ്ടാണുള്ളത്. അങ്ങനെ ഇവിടെ ഒരു ചൂണ്ടലും ഇവിടെ ചൂണ്ടലും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേമാതിരി ഇവിടെ നമ്മളെ കയ്യേറ്റുള്ള പഴയ രീതിയില്ലേ, അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊരു ഏറുണ്ടൽ അങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഏറുണ്ടമ്മിലും കാർപ്പിനുള്ള ഫീഡ് തന്നെട്ട് ഉണ്ടാക്കണ്ടേ. ഇങ്ങനെ ചെയ്യേണ്ട കുറച്ച് അപകടം പിടിച്ച പണിയാണ്. കാരണം ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുടുങ്ങാൻ സാധ്യത കൂടാണ്. നമ്മളെ സ്പൈഡർ പോവാനും സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം ഇന്ന് കുറേ സ്പൈഡർ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അങ്ങട്ടച്ചാണ്. മീനിൻ്റെ കൊത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു കൊത്ത് വന്നേട്ടാ. അപ്പോൾ ഈ ഒരു സീസണിലെ ആദ്യത്തെ മീനായിരിക്കും. നോക്കുക, വരുന്നുണ്ട്, കാണുന്നില്ല. എവിടുന്ന വരുന്നുണ്ട് ഉണ്ടാ. അതാ എന്തോ സാധനം ഉണ്ട്. ഇതാൾ കണ്ടില്ലേ? അല്ല, ചുണ്ടനല്ലേ? ആ, അപ്പോൾ ഈ സീസണിൽ ആദ്യത്തെ മീനിനെ കിട്ടിയണം. കുഴപ്പമില്ലാത്തൊരു ചുണ്ടന് കണ്ടില്ലേ? അപ്പം ഞാൻ അടുത്ത് നോക്കാം. ഇപ്പം നമുക്ക് വേറൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതാ പാമ്പിൻ്റെ മരത്തെ ഒരു മീനെ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ മീന് ഏതാണെന്ന് അറിയേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് നമ്മളെ മലിഞ്ഞീലിനെ പോലുണ്ട്. പക്ഷേ മലിഞ്ഞീന് ഇത്ര വലിപ്പമുള്ളത് പുഴയിലുണ്ടാവുമോ എന്നതാണ് സംശയം. ഇതിൻ്റെ ചേത്തുള്ള എങ്ങനെ ഏറെടുക്കേണ്ട കണ്ടില്ലേ? വായ ഇങ്ങനെ ഏറെടുക്കേണ്ടതാണ് കണ്ടിട്ട് മഞ്ഞിനെ പോലെ ഉണ്ട്. നമ്മൾ നോക്കാം ഏതാ മീനെന്ന്. എന്തായാലും ഒരു കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീനിനെ കിട്ടിയെങ്കിലേ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാട്ടാ. എന്താ കുത്തിയാ? ഇവിടെ 2 ചൂണ്ടലിട്ടേക്കണോ? അവിടെ ഒരു ചൂണ്ടലിട്ടേക്കണോ? ആ, ഉണ്ട്. അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ വലിച്ചു കയറ്റിട്ട് നോക്കാം. എന്താ ഇല്ല വന്ന് കിട്ടാൻ നോക്കണ്ടെന്ന്. മീനല്ലാന്നാ പറഞ്ഞിട്ട് നോക്കുക. എന്തായാലും വലിച്ചു കയറ്റോളം. ഇവിടെ 2 ഇട്ടിട്ടുണ്ട്. ഇതവിടെ നേരത്തെ കിട്ടിയ മീനിനൊന്ന് കാണിച്ചുതരാം. അതിന് മീനില്ലട്ടാ. ഇതാണ് ഇപ്പം ഒന്ന് കിട്ടിച്ച മീനിനെ മാലിലിട്ടിച്ചാണ് ചുണ്ടന്. എന്നാ ശരി. മീണ്ടാ നല്ലൊരു ബലി വലിച്ചിട്ടാ. പക്ഷെ എവിടെയോ കൊണ്ടുപോയി കുടുക്കി. മീൻ മിസ്സാവുന്നതുകൊണ്ട്. മീൻ്റെ ഇവിടെ ഇല്ല. നോക്കുക, എല്ലാം എടുക്കാൻ പറ്റുമോ നോക്കുക. അവിടെ ഒന്ന് നിൽക്കട്ടെ. സംഗതി മീൻ അടിച്ചിനോ, അതവിടെ കൊണ്ടുപോയി ലോക്കാക്കി. ഇനി ആ മീൻ തന്നെ തിരിച്ച് എടുക്കുകയെങ്കിൽ നമുക്ക് മീനെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ വലിച്ചു പൊട്ടിച്ചുമ്പോൾ ആ ഒരു ജെർക്കിങ്ങിൽ മീൻ പോകാൻ സാധ്യത ഉണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേക്കാം. അതാണോ? അത് വലിച്ചെടുക്കേണ്ടതാ പോണോ? കുടുങ്ങിയാ? നല്ല കുടുക്കാട്ടാ. ആ സാധനം വലിച്ചു കൊണ്ടുണ്ട്. ആ നെട്ടലിൽ മീൻ ഉണ്ടെങ്കിൽ പോയിക്കും, അത് ഉറപ്പാണ്. കണ്ടില്ല, അത്രയോ പവർ എടുത്തിട്ടാണ് സാധനം പോയിട്ടുണ്ട്. എന്താ സാധനം വരുന്നുണ്ട്. കച്ച മീണ്ടാ മർക്കഷ്ണ നോക്കുക. ഇതെവിടെ എത്തിക്കണു? മീൻ പോയിക്കുമല്ലേ? അത്രയും. അതാണോ? ഈ ഒരു മരക്കഷ്ണം 2 ദിവസം മുമ്പ് കയറ്റിയതെന്നാ പറഞ്ഞത്. അതേ മരത്തുള്ള മരക്കഷ്ണം തോന്നുന്നു. എൻ്റെ നല്ല പവറുണ്ട്. പോയിട്ടുണ്ട് സംഗതി പോയിട്ടാ.
ലോക്കായാ? ലോക്കായി. ലോക്കായി കൊടുക്കണേ. ആ സ്പേഡർ പോയി ഞാൻ തോണ്ടിട്ടാ. പിക്കണാ? സ്പേഡർ പോയിട്ടാ. നല്ല ലോക്കേനു. അവിടുന്ന് ഇങ്ങോട്ട് കുറേ കയറി വന്നീനോ. പക്ഷേ സ്പേഡർ പോയി. ഇതുണ്ടല്ലേ, ഇവിടെ 2 മെഷീൻ ചൂണ്ടൽ വെച്ചിട്ട് ഇതാ ഈ ഒരു കുത്തൂണ്ടൽമിലാണ് മീൻ അടിച്ചേക്കണ്ടേ. കണ്ടോളി, ഇത് തന്നെ ഈ ഒരു ഏറുണ്ടല്ലാണ്. പക്ഷെ നമ്മൾ നാടൻ ശൈലിയിൽ ഉണ്ടാക്കിയ ഇതിലാണ് മീൻ അടിച്ചത്. അപ്പം മീൻ അടിക്കാനേ നമ്മളെ മെഷീൻ ചൂണ്ടലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. ഏതിലും മീനടിക്കും. കണ്ടില്ലേ?